ഹലോ എക്സാമിനർ +2 ഫാമിലി. അപ്പോൾ നിങ്ങളെല്ലാവരും +1 ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിന് വേണ്ടി സൂപ്പറായിട്ട് പഠിക്കുന്നുണ്ട്. പലരും നമ്മുടെ ലൈവ് ക്ലാസ്സിൽ വന്നിട്ട് നല്ല ആക്റ്റീവായിരുന്ന് ലൈവ് ചാറ്റിൽ നല്ലോണം പാർട്ടിസിപ്പേറ്റ് ചെയ്ത് കമൻസിലൊക്കെ നല്ലോണം കമൻറ്റൊക്കെ ചെയ്ത് എല്ലാവരും നല്ല ഉഷാറായിട്ട് ചെയ്യുന്നുണ്ട്. എങ്കിലും ചിലവർക്കൊക്കെ തുടങ്ങിയപ്പം ഈ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിന് പഠനം തുടങ്ങിയപ്പോൾ അല്ലെങ്കിൽ ഒരു എക്സാമിനറുടെ ഒരു മോട്ടിവേഷൻ സെഷനിൽ ഇരുന്നപ്പം ഭയങ്കര മോട്ടിവേഷൻ കിട്ടി, ഞാൻ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിൽ ശരിക്കും ഇമ്പ്രൂവ് ചെയ്യുന്നൊക്കെ തീരുമാനിച്ചവരുണ്ടാവും. പക്ഷേ ഇപ്പം അവരുടെ അവസ്ഥ കുറച്ച് ദയനീയമായിരിക്കും. അതായത് നിങ്ങൾ പഠിച്ചൊക്കെ നന്നായിട്ട് തുടങ്ങി, പക്ഷേ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ മോട്ടിവേഷനൊക്കെ പോയി. കാരണം ഓരോ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമല്ലോ. +2 പഠനവും ഈ +1 ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിന് പ്രിപ്പറേഷൻ ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടാവില്ല. അല്ലെങ്കിൽ നിങ്ങൾ ഇടയ്ക്ക് വെച്ച് ആലോചിക്കുന്നുണ്ടാവാം ഇതൊക്കെ പഠിച്ചിട്ട് വലിയ കാര്യമുണ്ടോ, അല്ലെങ്കിൽ ഇത്രയൊക്കെ മതി എന്നൊക്കെ ആലോചന കൊണ്ട് ആ ഒരു മോട്ടിവേഷൻ ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾ ചിലപ്പം പരിപാടി നിർത്തിയിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെ നിർത്തിയാൽ നിങ്ങളുടെ കാര്യം കുറച്ച് കഷ്ടവും, നിങ്ങൾ എന്തായാലും ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാകാൻ പോകുന്നില്ല. അപ്പോൾ എന്താണ് നമ്മുടെ സൊല്യൂഷൻ? നമുക്കൊരു സൊല്യൂഷൻ വേണ്ടേ? സൊല്യൂഷൻ തീർച്ചയായിട്ടും വേണം. അതുകൊണ്ടല്ലേ നിങ്ങൾ ഈ വീഡിയോ ഇത്ര നേരം കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനുള്ള സൊല്യൂഷൻ പറയുന്നതിന് മുമ്പ് ഞാൻ ചെറിയൊരു കഥ പറയാം. നമ്മുടെ 2 വർഷം മുൻപ് എക്സാമിനറിൻ്റെ +1 ബാച്ചിൽ നിന്ന് ഒരു ഫുൾ മാർക്ക് കിട്ടിയ സ്റ്റുഡൻ്റ് ആയിരുന്നു. ആക്ച്വലി 32 പേരുണ്ടായിരുന്നു. അതിലൊരു ഫുൾ മാർക്ക് കിട്ടിയ ഒരു സ്റ്റുഡൻ്റ്, അത് 520 വാങ്ങിച്ചൊരു സ്റ്റുഡൻ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ സ്റ്റുഡൻറ്റിനോട് ഞാനിങ്ങനെ സംസാരിക്കുമായിരുന്നു. ഞാനും അലൻ സാറും ഒരു സെഷനിൽ ഇങ്ങനെ സംസാരിക്കുമായിരുന്നു. അപ്പം കുറേ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു, എങ്ങനെയാണ് പഠിച്ചത് കാര്യങ്ങളൊക്കെ ചോദിച്ചു. അതിനിടയിൽ ഒരു സിമ്പിൾ ചോദ്യം ചോദിച്ചു. അതായത് എല്ലാവർക്കും ഇങ്ങനെ പ്രശ്നം ഉണ്ടാവാറുണ്ട്. അതായത് ഇങ്ങനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കാൻ പറ്റുന്നില്ല, ഓരോ പ്രാവശ്യം ഓരോ പ്ലാൻ ഉണ്ടാക്കും, പിന്നെ അത് ഫെയിൽ ആവും. നിങ്ങളിപ്പോൾ ഉള്ള സിറ്റുവേഷനിൽ ഓരോ പ്രാവശ്യം ഭയങ്കര ഇൻസ്പിറേഷനും മോട്ടിവേഷനും കിട്ടി നിങ്ങൾ ഭയങ്കര ഒരു പ്ലാൻ ഉണ്ടാക്കും, പക്ഷേ നിങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോൾ അത് ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ നിങ്ങൾ പരിപാടി നിർത്തും, പിന്നെ നിങ്ങളൊന്നും ചെയ്യില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരില്ലേ? അപ്പം താങ്കൾക്കത് വന്നിട്ടുണ്ടായിരുന്നു. ആ കുട്ടീനോട് ഞാൻ ചോദിച്ചു. അപ്പം അയാൾ പറഞ്ഞു, എനിക്കത് ഇടയ്ക്കിടയ്ക്ക് സാർ വരുമായിരുന്നു, ഞാൻ എന്ത് പ്ലാൻ ഉണ്ടാക്കിയാലും അത് നടക്കാറില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, ഓക്കെ, ഒരു സാധാരണ കുട്ടി ഇങ്ങനെ പറയുകയാണെങ്കിൽ ഓക്കെ സമ്മതിക്കാം, പക്ഷേ ഇയാൾ ഫുൾ മാർക്ക് കിട്ടിയ ആളല്ലേ. അപ്പോൾ ഞാൻ ചോദിച്ചു, അതെങ്ങനെയാണ് ശരിയാവുക? ഫുൾ മാർക്ക് കിട്ടിയില്ല, അവസാനം നന്നായിട്ട് പഠിച്ചിട്ടല്ലേ ഫുൾ മാർക്ക് കിട്ടിയ, പിന്നെ എങ്ങനെയാണ് ഇത് രണ്ടും മാച്ച് ആവുന്നില്ലല്ലോ ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞ കാര്യം ഭയങ്കര റെലവൻ്റ് ആയിട്ടുള്ള കാര്യം എനിക്ക് തോന്നി. നിങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര റെലവൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അയാൾ പറഞ്ഞു, സാർ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒരു പ്ലാൻ ഉണ്ടാക്കും, മോട്ടിവേഷനൊക്കെ കിട്ടിയിട്ട് ലെറ്റ്സ് സേ നമ്മുടെ ഒരു സൺഡേ ഒരു മോട്ടിവേഷൻ ക്ലാസ്സിലോ അല്ലെങ്കിൽ ബാച്ചിൻ്റെ ഒരു മോട്ടിവേഷൻ ക്ലാസ്സിൽ വന്നിരുന്നിട്ട് മോട്ടിവേഷൻ കിട്ടി ഞാൻ പ്ലാൻ ഉണ്ടാക്കും. പക്ഷേ എല്ലാവരും പോലെ തന്നെ ഒരു 2-3 ദിവസം കഴിയുമ്പോഴോ അല്ലെങ്കിൽ മാക്സിമം ഒരു 1 വീക്ക് കഴിയുമ്പോൾ എൻ്റെ പ്ലാനൊക്കെ തകരും. ഇപ്പോൾ പ്ലാൻ ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ഇന്ന് മുതൽ ഞാൻ 1 മണിക്കൂർ പഠിക്കും, അതൊരു പ്ലാനാണല്ലേ. പക്ഷേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങളിൽ എത്ര പേർക്ക് ഇങ്ങനെ ഒരു പ്ലാൻ ഉണ്ടാകും? എല്ലാവരും ഇങ്ങനത്തെ പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ടാവും. പക്ഷേ എത്ര പേർക്ക് അങ്ങനത്തെ പ്ലാൻ ചെയ്യാൻ പറ്റി എന്നുള്ള കാര്യം ആലോചിച്ച് ചോദിക്കുകയാണെങ്കിൽ വളരെ കുറവായിരിക്കും. മിക്ക ആൾക്കാരും എന്താണ് ഒരാഴ്ചയൊക്കെ മാക്സിമം ചെയ്യുന്നതിന് നിങ്ങൾ പരിപാടി നിർത്തും. അപ്പോൾ ഇയാളും എന്താണ് അതുപോലത്തെ ഓരോ പ്ലാൻ ഉണ്ടാക്കും, എന്തിനാ പരിപാടി നിൽക്കും. പക്ഷേ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ നമ്മളെന്താ ചെയ്യുക? ഒരാഴ്ച കഴിയുമ്പോൾ ഇങ്ങനത്തെ പ്ലാനൊന്നും വർക്ക് ചെയ്തില്ല നമ്മൾ തീരുമാനിക്കും. നമുക്ക് തന്നെ വിധി എഴുതും. എന്താ പറയുക നമ്മൾ, എന്നെക്കൊണ്ട് ഇങ്ങനത്തെ പരിപാടിക്കൊന്നും പറ്റില്ല, ഇത് വല്ല ബുജികൾക്കോ അല്ലെങ്കിൽ അങ്ങനത്തെ ടോപ്പേഴ്സിനൊക്കെ പറ്റുള്ളൂ, നമ്മളെ കൊണ്ട് ഇങ്ങനെ എല്ലാ ദിവസവും പറ്റുന്നില്ല, നമുക്ക് എന്താണോ വരുന്നത് അത് വെച്ചിട്ട് അങ്ങോട്ട് ചെയ്ത് എന്തെങ്കിലുമൊക്കെ കിട്ടുന്നത് അങ്ങോട്ട് കിട്ടിയേക്കാം എന്ന് നിങ്ങൾ തീരുമാനിക്കും. അതല്ല നമ്മൾ സാധാരണ ചെയ്യുക. എന്നിട്ട് നമ്മൾ ആ ഒരു ഗോൾ ആ ഒരു ഡ്രീം നമ്മൾ അവിടെ വെച്ച് അബാൻഡൻ ചെയ്യും. ഇയാൾ ചെയ്തതിൽ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്, വലിയ ഡിഫറൻസ് ഇല്ല, ചെറിയ ഡിഫറൻസ് ഉണ്ട്. എന്താ ചെറിയ ഡിഫറൻസ് അറിയാം? ഇയാളും ഇങ്ങനെ പ്ലാൻ ഉണ്ടാക്കി, പ്ലാൻ ഫെയിലായി. പക്ഷെ പ്ലാൻ ഫെയിലായപ്പോൾ ആൾ വീണ്ടും പ്ലാൻ ഉണ്ടാക്കി. ഇപ്പോൾ ഞാൻ ഇന്ന് പ്ലാൻ ഉണ്ടാക്കി, ഒരാഴ്ചത്തേക്ക് പഠിക്കും, 4-5 ദിവസം കഴിയുമ്പോൾ ഞാൻ പഠിക്കില്ല, നിർത്തി. നിർത്തി, നല്ല കാര്യം, എൻ്റെ പ്ലാൻ വർക്ക് ചെയ്തില്ല. പക്ഷേ 5ാമത്തെ ദിവസം ഞാൻ വീണ്ടും എനിക്കുള്ള രാവിലെ വീണ്ടും എനിക്കൊരു പുതിയ പ്ലാൻ ഉണ്ടാക്കാമല്ലോ, പുതിയ പ്ലാൻ ഉണ്ടാക്കും. വീണ്ടും അതിൻ്റെ കാര്യം വീണ്ടും കുറച്ച് ദിവസം അങ്ങനെ നടക്കും, പിന്നെ വീണ്ടും ഫെയിലിയറാവും. ഒരു ദിവസം പിന്നെ പഠിക്കില്ല, അല്ലെ പഠിക്കാൻ മൂടുണ്ടാവില്ല. ഓക്കെ ശരി, പഠിക്കണ്ട. അടുത്ത ദിവസം വീണ്ടും എനിക്ക് അടുത്ത പ്ലാൻ ഉണ്ടാക്കും. ഇങ്ങനെ പ്ലാൻ ഉണ്ടാക്കും, ഫെയിൽ ചെയ്യും, പ്ലാൻ ഉണ്ടാക്കും, ഫെയിൽ ചെയ്യും. പക്ഷേ അതിൻ്റെ ഇടയിൽ പഠിക്കുന്നുണ്ട്. ഓരോ ദിവസവും ഓരോ പ്രാവശ്യവും പ്ലാൻ ഉണ്ടാക്കുമ്പോൾ അതിനിടയിൽ ഫുള്ളായിട്ട് പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റിയില്ല, പഠിക്കുന്നുണ്ട്, വർക്ക് ചെയ്യുന്നുണ്ട് കാര്യം. ഇങ്ങനെ വർക്ക് ചെയ്ത് ആ വർക്കിൻ്റെ ഒക്കെ ക്യുമുലേറ്റീവ് എഫേർട്ട്, ആ ഒരു റിസൾട്ടാണ് അവസാനം പരീക്ഷയിൽ വന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും വാലിഡ് ആയിരിക്കും. പ്രത്യേകിച്ച് ഇങ്ങനെ പ്ലാൻ ഉണ്ടാക്കി പക്ഷേ വർക്കാവാത്ത പ്രശ്നം ഉണ്ടാകുന്ന ആൾക്കാർക്ക്. അപ്പോൾ അയാൾ അവിടെ എന്താണ് ചെയ്തത്? അയാൾ ഒരിക്കലും ഒരു പ്ലാൻ ഉണ്ടാക്കി ഞാനത് 100% ഞാൻ എക്സിക്യൂട്ട് ചെയ്യുന്നുള്ള ഒരു കാര്യം അയാൾ ഭയങ്കര എംഫസൈസ് ചെയ്തില്ല, അതിൽ ഭയങ്കര ഫോക്കസ് ചെയ്തില്ല. നേരെ മറിച്ച് അയാൾക്ക് അറിയായിരുന്നു കുറച്ച് ദിവസം കഴിയുമ്പോൾ, നാളെ തന്നെയല്ല, കുറച്ച് ദിവസം കഴിയുമ്പം ഇത് നടക്കില്ല, എൻ്റെ മോട്ടിവേഷൻ പോകുമെന്ന് മനസ്സിലാക്കി. പക്ഷേ അത് പോയി കഴിഞ്ഞാൽ അന്ന് ഞാൻ റെസ്റ്റ് എടുത്ത് അടുത്ത ദിവസം മുതൽ വീണ്ടും സ്റ്റാർട്ട് ചെയ്യും.
വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാനുള്ള ആ ഒരു കഴിവ് അത് അദ്ദേഹം ബിൽഡ് ചെയ്തെടുത്തു. അപ്പോൾ നിങ്ങളെല്ലാവരും ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നിങ്ങളിൽ ഈ പ്രശ്നമുള്ളവർ ചെയ്യേണ്ട കാര്യം, നിങ്ങൾ ആ പ്രശ്നത്തിനെ ഡയറക്റ്റ് അപ്രോച്ച് ചെയ്ത് ആ പ്രശ്നം കൂടെ ശരിയാക്കാൻ. അതായത് ഞാൻ എൻ്റെ സ്വഭാവമൊക്കെ അങ്ങ് മാറ്റി, ഞാൻ ഭയങ്കര അടിപൊളിയാവും, ഞാൻ ഇന്നു മുതൽ ഹൈപ്പർ ആക്റ്റീവായിട്ട് ഞാൻ പഠിത്തം മാത്രം ചെയ്യും, ഞാൻ ഇത് ചെയ്യും, അങ്ങനെ ചെയ്യുന്നതിന് വരെ അത് വർക്ക് ചെയ്യില്ല. കാരണം വർക്ക് ചെയ്തിട്ടില്ലല്ലോ ഇത്ര നാളും, 10-15 വർഷമായില്ലേ. വർക്ക് ചെയ്തില്ലെങ്കിൽ കുറച്ച് ബുദ്ധിപരമായിട്ട് ചിന്തിക്കുക. ഓക്കെ, വർക്ക് ചെയ്യേണ്ട, പറ്റുന്നത്ര ഞാൻ ചെയ്യും, എന്നിട്ട് ഞാൻ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യും. ഞാൻ അവിടെ വെച്ച് നിർത്തില്ലേ പരിപാടി. ഇമ്പ്രൂവ്മെൻ്റ് എക്സാമിന് 2-3 ദിവസം പഠിച്ച് കഴിഞ്ഞിട്ട് 3-ാം ദിവസം 4-ാം ദിവസം എനിക്ക് പഠിക്കാൻ തോന്നിയില്ലെങ്കിൽ ഓക്കെ പഠിക്കണ്ട. പക്ഷേ 5-ാം ദിവസം വീണ്ടും ഞാനൊരു പുതിയ പ്ലാൻ ഉണ്ടാക്കും, പുതിയൊരു ടൈം ടേബിൾ ഉണ്ടാക്കും, എന്നിട്ട് ഞാൻ അത് വീണ്ടും ചെയ്യും. 4-5 ദിവസം മതി. പക്ഷെ ആ റീസ്റ്റാർട്ട് ചെയ്യാനുള്ള ആ ഒരു കഴിവ് അത് മാസ്റ്റർ ചെയ്യണം. അത് നിങ്ങൾ മാസ്റ്റർ ചെയ്താൽ നിങ്ങളുടെ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം അല്ല, നിങ്ങളുടെ +2 എക്സാം അല്ല, നിങ്ങളുടെ ലൈഫിൽ തന്നെ നിങ്ങൾ വിജയിക്കും. അതിലൊരു സംശയമില്ല. അപ്പോൾ കിട്ടേണ്ടത്തോളം മോട്ടിവേഷനൊക്കെ ഇന്ന് കിട്ടി വിചാരിക്കുന്നു. വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുക, മോട്ടിവേഷൻ കുറച്ച് കഴിയുമ്പോൾ പോവും. വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സക്സസ്സിലേക്ക് എത്താൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ലോജിക്കലി ആലോചിച്ച് നോക്കി, കറക്റ്റ് അല്ലേ? കഴിഞ്ഞു. അപ്പോൾ എല്ലാവർക്കും +1 ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം എഴുതാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ആശംസകളും നേരുന്നു. ആശംസകൾ മാത്രമല്ല, ക്ലാസ്സസും നമ്മുടെ ചാനലിൽ നടക്കുന്നുണ്ട്. റെഗുലറായിട്ട് വന്ന് ക്ലാസ്സിൽ ഇരുന്നാൽ പഠിച്ച് എല്ലാ കാര്യങ്ങളും ഇവിടെ തരുന്നുണ്ട്. അത് പഠിച്ച് നന്നായിട്ട് പോയി പരീക്ഷ എഴുതിയാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് വരെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഏത് സബ്ജക്റ്റിലും. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. ഓൾ ദി ബെസ്റ്റ്. എല്ലാ ക്ലാസ്സും കറക്റ്റായിട്ട് അറ്റൻഡ് ചെയ്യുക. എന്നിട്ട് നമുക്കിനി ക്ലാസ്സിൽ കാണാം. ബൈ ബൈ, ടേക്ക് കെയർ ആൻഡ് കീപ് സ്റ്റഡിങ്.